ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. ഈശോ വളർന്നു വന്ന സാഹചര്യമാണ് ഇന്നത്തെ വചനത്തില് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ വളർന്നു വരുന്നതും ഈശോ വളർന്നു വരുന്നതും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ ബുദ്ധി തേടി മുന്നോട്ട് പോകുന്നത്, അല്ലെ? ബുദ്ധി കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരോ, ഭൗതികമായ ഒത്തിരിയേറെ അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തില് ഈശോ എപ്രകാരമാണ് വളർന്നു വന്നത് എന്ന് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെ? ജ്ഞാനത്താൽ നിറഞ്ഞ് അവൻ വളർന്നു. ജ്ഞാനം എന്ന് പറയുന്നത് ഭൗതികമായ അറിവല്ല, മറിച്ച് ദൈവാത്മാവിന്റെ സഹായത്താല് ലഭിക്കുന്നതാ. ആത്മാവിന്റെ അഭിഷേകത്താൽ ലഭിച്ച ജ്ഞാനത്താൽ വളർന്നു വന്ന അവന്റെ കൂടെ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു, ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഭൗതികമായ ബുദ്ധിയോടുകൂടി മാത്രം വളരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് മാതാപിതാക്കളും പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഭൗതികമായ അറിവിന് മാത്രമാണ്. ആത്മാവിന്റെ അഭിഷേകത്താല് ജ്ഞാനത്താല് നിറയുവാനായിട്ട് നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ നമ്മൾ ഇന്ന് മറന്നു പോവുകയാണ്. ഭൗതികമായ അറിവ് വേണം, ഭൗതികമായ ബുദ്ധി വേണം. അതിനുവേണ്ടി ഒത്തിരിയേറെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ജ്ഞാനത്താൽ നിറഞ്ഞ് ദൈവകൃപയിൽ ജീവിക്കുവാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കാതെ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത്. ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തില് നിരാശയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ആത്മാവിന്റെ അഭിഷേകമില്ല, ജ്ഞാനത്താല് നിറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ജ്ഞാനത്താൽ നിറയണം, ആത്മാവിന്റെ അഭിഷേകത്താല് ജീവിക്കാൻ പറ്റും. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതും ഇതേ ജ്ഞാനം നേടിയെടുക്കാനായിട്ട്. ഈ ജ്ഞാനം ആത്മാവിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയണം. ആത്മാവിനാൽ നിറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജ്ഞാനത്താൽ നിറഞ്ഞ് ദൈവകൃപയില് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് ഭൗതികമായ അറിവിനേക്കാൾ ഉപരി ദൈവജ്ഞാനത്താൽ നിറഞ്ഞ് ദൈവകൃപയിൽ വളർന്നു വരുന്ന നല്ല മക്കളായിട്ട് തീർക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.